എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് പഴം കൊണ്ടുണ്ടാക്കിയ ഒരു പായസത്തിൻ്റെ വീഡിയോയുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ പഴം കൊണ്ടുള്ള ഈ പായസം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അപ്പം നമ്മളുടെ എല്ലാ വീട്ടിലും പഴം ഉണ്ടാവുമല്ലോ, അപ്പം ആ പഴം വെച്ച് തന്നെ നല്ലൊരു പായസം ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കും എല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൗവരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂറോളം ഇങ്ങനെ കുതിർക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നല്ലതുപോലെ പഴുത്ത 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഏത്തപ്പഴം ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തെ കറുത്തത് ഞാൻ എടുത്ത് കളയുന്നുണ്ട്. ഇങ്ങനെ കൊച്ചതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അകത്തേത് ആ കറുപ്പെല്ലാം തന്നെ എടുത്ത് മാറ്റിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കറുപ്പിരിക്കുമ്പോൾ നമ്മൾ പായസം കുടിക്കുമ്പോൾ അതിനകത്ത് ആ തരിപ്പ് നമ്മൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ആ കറുപ്പെല്ലാം തന്നെ മാറ്റിയെടുത്തത്. പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിനകത്ത് ഇതിട്ട് ഞാൻ ഒരു പ്രാവശ്യം, കൂടുതലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ പഴം ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചത് ഒന്ന് ഇതിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ നമ്മൾക്ക് ഈ പഴം മുഴുവനെ ഇങ്ങനെ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ആവിയിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് നെയ്യൊഴിച്ചും ഇത് ഇങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പം ഞാനിവിടെ വന്ന് മിക്സിയുടെ ജാറിനകത്ത് ഒരു പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഇത് ആവിയിൽ ഇങ്ങനെ വേവിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പം നമ്മൾക്കിത് വെന്തിട്ടുണ്ട്. ഇതൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരി ഇവിടെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മൾക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചു വെക്കാം. അപ്പം അതും നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇതും നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇപ്പോൾ ഏകദേശം ഒന്ന് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാൻ പറ്റും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഒരു ഭാഗത്തേക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കാഷ്യൂനട്ടും മുന്തിരിങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ഒരു 2 സ്പൂൺ നെയ്യ് എടുത്തു പാനിനകത്ത് ഒഴിച്ചു. ഇനി ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇതെല്ലാം തന്നെ മിക്സാക്കി കൊടുക്കാം. ആദ്യം ഞാനിവിടെ ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. ചൗവരി ഇതിനകത്തിലേക്ക് ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് നെയ്ക്കകത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. ചൗവരി ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ശർക്കര, ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമ്മൾക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ചിലപ്പോൾ ശുദ്ധമായിട്ടുള്ള ശർക്കരയും കിട്ടും. പിന്നെ ചില ശർക്കരയ്ക്കകത്തെല്ലാം അഴുക്കൊക്കെ കൂടുതലായിട്ട് കാണപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ ഉരുക്കി വെച്ചതിന് ശേഷം ഒരു അരിപ്പ് കൊണ്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇതിനകത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി. അപ്പം ഞാൻ ശുദ്ധമായിട്ടുള്ള ശർക്കരയാണ്, ഇതിനകത്ത് പൊടിയൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഉരുക്കിയ ഉടനെ തന്നെ ഇതിനകത്തിലേക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്തേക്ക് ചേർത്തു. ഞാൻ പിന്നീട് ചേർത്തിരിക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന പഴമാണ്. ഞാനിവിടെ 2 പഴമായിരുന്നല്ലോ എടുത്തിട്ടുള്ളത്. ആ 2 പഴവും ഞാൻ നെയ്ക്കകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതോടൊന്ന് ഇളക്കിയ ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനെ വന്നിട്ട് നമ്മൾക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഇത് തിളയ്ക്കുന്നിടം വരേക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിനകത്തിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന ചുക്ക് പൊടിയാണ്. ഈ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കാം. പിന്നെ ഞാൻ തേങ്ങ അരച്ചു വെച്ചിരുന്നു.
തേങ്ങ അരച്ച് വെച്ച് അതിൻ്റെ തേങ്ങാപ്പാലാണ് ഇത്. രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് തിളച്ച് വന്നപ്പോൾ പിന്നീട് ഞാൻ ഒന്നാമത്തെ തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നാമത്തെ തേങ്ങാപ്പാലും കൂടെ ചേർത്തു. ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ പഴം പായസം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കാഷ്യൂനട്ടും മുന്തിരിങ്ങ എല്ലാം കൂടെ നെയ്ക്കകത്തിട്ട് വറുത്തത് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.